ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ ധാരണയുള്ള, ബോധ്യമുള്ള, അടിസ്ഥാനപ്പെട്ടു പോയ, ഹൃദയത്തിൽ ഉറച്ചുപോയ കുറേ ചിത്രങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാന ചിത്രം എന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ചിത്രമാണ്. രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ചിത്രം നമ്മുടെ ഉള്ളിൽ ഉറപ്പായി കിടക്കുന്നതും ദൈവദിനത്തിൽ നിന്ന് നമുക്ക് ശരിയായ വിധത്തിൽ മനസ്സിലായതുമായ ചിത്രം. കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് എന്ത് സംഭവിക്കും? യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകും. അത് നമ്മൾ ഈ ലോകത്ത് കേട്ടോണ്ടായിരിക്കുന്ന ഇസ്രായേൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഏഷ്യ അല്ലെങ്കിൽ പൂർവേഷ്യയിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും റഷ്യ കത്തുകയാണ്, യുക്രൈൻ കത്തുകയാണ്, ഇസ്രായേലിലെ ചുറ്റുപാടും കത്തുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ അറിയാം കർത്താവിൻ്റെ വരവിന് മുമ്പ് പറയുന്ന പ്രവചനങ്ങളെല്ലാം നിവൃത്തിയാകുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമവും ഭൂകമ്പങ്ങളും. നമ്മൾ കഴിഞ്ഞ വർഷവും 5, 6, 7, 8 ഭൂകമ്പങ്ങളെ കുറിച്ച് കേട്ടു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? പ്രതിസന്ധികളും മ്ലേച്ഛതയുടെ അതിപ്രസരണവും നമ്മുടെ ഉള്ളിൽ ഒരു കുറപ്പായ ഒരു ധാരണ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഇത് കർത്താവിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിശ്ചയമായിട്ടും അത് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ അതുമാത്രമല്ല ലക്ഷണമായി കാണേണ്ടത്, കർത്താവിൻ്റെ വരവെങ്കിൽ സഭയിൽ നടക്കുന്നത് കൂടെ ലക്ഷണമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു പോയത് ഞാൻ ഈ ആദ്യം പറഞ്ഞതാണ്. എന്നാൽ ആഴത്തിൽ പതിയേണ്ടിയിരുന്നത് ഞാൻ ഈ പറയുന്നതാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറയാവോ? മീഖയുടെ പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യവും 2-ാം വാക്യവും, അതേപോലെ തന്നെ യെശയ്യാവിന്റെ പ്രവചനം 2-ാം അധ്യായവും 2-ാം വാക്യവും വായിച്ചാൽ അതേ വാക്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് കാണാൻ കഴിയും. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്: അന്ത്യകാലത്ത് യഹോവയുടെ പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ സ്ഥാപിതമാകും, കുന്നുകൾക്ക് മീതെ ഉയരവും ഉന്നതവുമായിരിക്കും. ഒരു കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദമേർന്നൊരു ഹല്ലേലൂയ പറയാവോ? But it shall come about the last days, about the mountain of the house of the Lord shall be established as a highest and chiefest mountain. Amen. എൻ്റെ കൂടെ ഒരു ഹല്ലേലൂയ പറയാവോ? എന്ന് പറഞ്ഞ എല്ലാ പർവ്വതങ്ങളെക്കാളും ഉയർന്ന പർവ്വതമായി എൻ്റെ കർത്താവ് ഉയർന്നു നിൽക്കും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, അന്ത്യകാലത്തിൽ സംഭവിക്കാൻ പോകുന്നത് മറ്റെല്ലാത്തിനേക്കാളും എൻ്റെ യേശുവിൻ്റെ രാജ്യം ഉയർന്നു നിൽക്കും. ഒന്നും കൂടെ പറയാം. എല്ലാത്തിനേക്കാളും ഇരുട്ടിന്റെ പ്രവർത്തികൾ ഉയർന്നു നിൽക്കും എന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. അതും മല പോലെ തന്നെയാ. പക്ഷേ വേദപുസ്തകം പറയുന്നത് അതിനേക്കാളെല്ലാം വ്യത്യസ്തമായി ഒന്നുയർന്നു നിൽക്കും. അതെന്റെ കർത്താവിന്റെ രാജ്യമാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമീൻ പറയാം. അടുത്ത വാചകം പറയുന്നത്, ജാതികൾ അവിടേക്ക് ഒഴുകി ചെല്ലും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ജാതികളുടെ പ്രത്യാശ ആ പർവ്വതത്തിലേക്ക് ഉയർന്നു വരും. എങ്കിൽ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, അവിടെ ഒരാൾ മരിച്ചത് എഴുന്നേറ്റു, ഇവിടെ ഒരാൾ മരിച്ചത് എഴുന്നേറ്റു, ഇവിടെ തളർന്നൊരാൾ എഴുന്നേറ്റു, കാഴ്ച പോയ ഒരാൾ സൗഖ്യമായി, മുടന്തനായവൻ എഴുന്നേറ്റു നടന്നു എന്ന് പറഞ്ഞാൽ അനർത്ഥങ്ങളുടെ വലിപ്പത്തെക്കാളും ദൈവശക്തിയുടെ മഹത്വം ദേശത്ത് എഴുന്നേറ്റ് വരണം. അതാണ് അന്ത്യകാലം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ശബ്ദമേർത്തി ഹല്ലേലൂയ പറയാവോ? ഇനിയുള്ള സീസണുകൾ എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെതാണ്, അനർത്ഥത്തിൻ്റെതല്ല. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആമീൻ പറ. ഇനിയുള്ള സീസൺ എന്ന് പറയുന്നത് അനർത്ഥങ്ങളുടേതല്ല, മഹത്വത്തിൻ്റെതാണ്. ശബ്ദമേർത്തി ഹല്ലേലൂയ പറ. ഇത് ദൈവസഭയുടെ അകത്ത് വ്യക്തമായി പതിയണം. എന്തിനു പതിയണം? ശ്രദ്ധിക്കേ, നമ്മുടെ ഉള്ളിലൊരു ചോദ്യം വരണം. എന്നിട്ട് എന്താണ് കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ പ്രവൃത്തി, കർത്താവിൻ്റെ മഹത്വം മറ്റിതിനേക്കാൾ ഉയർന്നു വരാത്തത്? അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയോ അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അവരെ ദൈവം എഴുന്നേൽപ്പിച്ച് സഭയെ ബലപ്പെടുത്തും. ഇത് നിന്റെ സീസണാണ്. നമ്മളോട് കർത്താവ് പറഞ്ഞു, ടൈം ഓഫ് ദൈവിക സാന്നിധ്യത്തിന്റെ വർഷം എന്ന് പറഞ്ഞാൽ ഈ വർഷം നീ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയും, ദൈവമായിട്ട് നടക്കും. അനേകർ നീ ദൈവമായി നടക്കുന്നത് കാണാനായി തുടങ്ങും. ദൈവത്തിന്റെ ഗ്ലോറിയുമായി നീ ചലിക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. ശബ്ദമേർത്തി ഹല്ലേലൂയ പറ.
ഈ ആലയത്തിന്റെ പിന്നത്തേതിലും മഹത്വം മുമ്പിലത്തെക്കാളും വലുതായിരിക്കും. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഗ്ലോറിയേക്കാളും ഇരട്ടിയായൊരു ഗ്ലോറി നീ അനുഭവിക്കും. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ദൈവശക്തിയെക്കാളും ഇരട്ടിയായത് നീ അനുഭവിക്കും. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. ഗ്രേറ്റർ ഗ്ലോറി, ഗ്രേറ്റർ ഗ്ലോറി, ഗ്രേറ്റർ ഗ്ലോറി. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചോണ്ട് പറ. ഇരട്ടിയായ മഹത്വം, ഇരട്ടിയായ മഹത്വം. He will come to us as a heavy rain. വലിയ മഴ പോലെ അവൻ ഇറങ്ങി വരും. Hallelujah. And the latter rain that waters the ഭൂമിയെ മുക്കിക്കളയും. അത് Hallelujah. 2018 നിങ്ങളൊരു വലിയ വെള്ളപ്പൊക്കം കേരളത്തിൽ അനുഭവിച്ചു. മുങ്ങത്തില്ല എന്ന് പറയുന്ന പല സ്ഥലങ്ങളും അന്നു മുതൽ മുങ്ങാൻ തുടങ്ങി. തിരുവല്ലയിലുള്ള ചില വീട്ടുകാർ പറഞ്ഞു, ഞങ്ങളുടെ അപ്പന്റെ കാലത്ത് ഇത് മുങ്ങിയിട്ടില്ല, പക്ഷെ ഇത് മുങ്ങിപ്പോയി, ഇനി ഇവിടെയും പ്രതീക്ഷയില്ല. അങ്ങനെ ചില മുങ്ങലുകൾ ഉണ്ടായി വരും. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കത്തില്ല എന്ന് പറയുന്ന വിധത്തിൽ, ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിന്റെ മുങ്ങലുണ്ടാകും, മുങ്ങലുണ്ടാകും. ഇത് തിരുവനന്തപുരത്തിന് വേണ്ടി മാത്രം പറയുന്നതാ. തിരുവനന്തപുരത്തൊരു വലിയ മൂവ്മെന്റ് ഉണ്ടാകും. തിരുവനന്തപുരത്തൊരു വലിയ ചലനം ഉണ്ടാകും. തിരുവനന്തപുരത്തൊരു വലിയ ചലനം എഴുന്നേൽക്കും. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമേറി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഭൂമിയെ നനയ്ക്കുന്ന അഭിഷേകം എഴുന്നേൽക്കും. അങ്ങനൊന്ന് ഇതുവരെ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അന്ത്യകാലത്ത് അങ്ങനൊന്നും ഉണ്ടായി വരും. കണ്ണീരൊപ്പാതെ എന്ന പാട്ട് ഞാൻ എഴുതിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പാടിയൊരു വരിയുണ്ട്, ഭൂമി ദൈവമഹത്വത്താൽ നിറയുമെന്ന്. വെറുതെ പറഞ്ഞതല്ല, ഭൂമിയിൽ ദൈവമഹത്വത്താൽ നിറയുമെന്ന് സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുക, ബൈബിളിൽ എഴുതി വച്ചിരിക്കുക. ബൈബിളിൽ ഒരു വാക്യം കൂടെ എനിക്ക് ഇഷ്ടമുണ്ട്. ആ വാക്യം ഇങ്ങനെയാ: ഭൂമി സമുദ്രത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ ഈ ഭൂമി നിറയും. അതാണ് അന്ത്യകാലം. ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ ഈ ഭൂമി നിറയും. എന്താ അതിന്റെ അർത്ഥം? ദൈവിക ജ്ഞാനം കൊണ്ട് ജനം മുഴുവൻ തൊടപ്പെടുമെന്ന. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ഞാൻ അഞ്ചലിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്, അഞ്ചലിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. വിദ്യാസമ്പന്നരല്ല ആളുകൾ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, അല്ലട ജോണ, തെറ്റാണ്. വിദ്യാസമ്പന്നരല്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ആളുകളിൽ ജ്ഞാനം ഉണ്ടായിട്ട് അവർ ജ്ഞാനം പ്രസംഗിക്കാൻ തുടങ്ങുമെന്ന്. പരിശുദ്ധാത്മാവ് വരുമ്പോ സകല ജ്ഞാനവും കൊണ്ട് നിറയും. പരിശുദ്ധാത്മാവ് വരുമ്പോ അന്ത്യകാലത്തിന്റെ ലക്ഷണം അടുത്തിരിക്കുന്നവരോട് പറ. ഭൂകമ്പവും അനർത്ഥങ്ങളും മാറാവ്യാധികളും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മാത്രമല്ല, അടുത്തിരിക്കുന്നവരോട് മാത്രമല്ല, ഭൂമി തന്നെ വിഴുങ്ങുന്ന പരിജ്ഞാനം ഉണ്ടാകും. ആ കൈയടിച്ചില്ല എങ്കിൽ ഈ ദൂത് നിങ്ങളോടാകട്ടോ. നിങ്ങൾ ഈ പകൽ മുതൽ പരിജ്ഞാനത്താൽ നിറയും. ഡിവൈൻ നോളജ്. ഭൂമി എങ്ങനെ പരിജ്ഞാനത്തിൽ നിറയും? ചില വ്യക്തികൾ പരിജ്ഞാനത്തിൽ നിറയും. അവർ മറ്റൊരാളിലേക്ക് ആ പരിജ്ഞാനത്തെ പകരും. ഇതൊരു പകർച്ചയായി നടക്കും. പരിശുദ്ധാത്മാവിന്റെ പകർച്ചയായി നടക്കും. ഈ സീസണിൽ നീ അനുഭവിക്കാൻ പോകുന്നത് ജ്ഞാനികൾ എഴുന്നേൽക്കും. ദൈവിക പകർച്ച സംഭവിക്കും. പരിശുദ്ധാത്മാവിന്റെ നിറവ് സംഭവിക്കും. വിസ്ഡം കൊണ്ട് ജനം നിറയും. ഞാൻ അടുത്തിരിക്കുന്ന ഒരാളോട് പറയാം, ഭോഷത്തരം വ്യക്തികളിൽ നിന്ന്, വ്യക്തികളുടെ വായിൽ നിന്ന് മാറിപ്പോകും. പറ. പകരം ആളുകൾ ജ്ഞാനം കൊണ്ട് നിറയും. നിറയും 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 ജ്ഞാനം കൊണ്ട് നിറയും. നിങ്ങൾ ചെല്ലുന്നിടത്ത് ദൈവിക ജ്ഞാനം ഉണ്ടാകും. നിങ്ങൾ ചെല്ലുന്നിടത്ത് പരിജ്ഞാനം ഉണ്ടാകും. പരിജ്ഞാനം കൊണ്ട് നിറയും. പരിജ്ഞാനം കൊണ്ട് നിറയും. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. എന്താണ് ദൈവത്തിന്റെ പരിജ്ഞാനം? എന്താണ് ദൈവത്തിന്റെ പരിജ്ഞാനം? ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി, ക്രിസ്തുയേശുവിലൂടെ സകലയാളും രക്ഷപ്പെടുമെന്ന്. മനുഷ്യന്റെ ലോകത്തിന്റെ പരിജ്ഞാനത്തിൽ ഒരാളും രക്ഷപ്പെടത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പരിജ്ഞാനം അത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ അറിവിനാൽ അറിയും. ക്രിസ്തുവിന്റെ അറിവിനാൽ അറിയും. എന്റെ യേശു കാൽവറിയിൽ മരിച്ചതാ ഈ ലോകത്തിലെ എല്ലാവരും നരകത്തിൽ പോകാനല്ല,
എങ്കിൽ യേശുവിന്റെ മരണം ഒരു പരാജയമാണ്. എന്നാൽ ഈ ലോകം മുഴുവൻ പിശാചിനെ വിരലിൽ എണ്ണാവുന്നത് മാത്രമേ കിട്ടത്തുള്ളൂ. പകരം സ്വർഗം മുഴുവൻ ആത്മാക്കളെ കൊണ്ട് നിറയും. നരകം കാലിയാകും. ഓ, ആഫ്രിക്കയിൽ പ്രസംഗിച്ച റെയ്നോൾഡ് ബോൺഗെ ഒരിക്കൽ പറഞ്ഞ വാചകമാ നരകത്തെ കാലിയാക്കുന്ന ശുശ്രൂഷ. നിങ്ങൾക്കറിയാവോ, ആഫ്രിക്കൻ രാജ്യം അതുവരെ തൊടപ്പെട്ടിരുന്നില്ല. പക്ഷേ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാന ക്രൂസൈഡുകൾ 10 ലക്ഷം പേരാണ് കൂടിയത്, 20 ലക്ഷം പേരാണ് കൂടിയത്. ഒരു മീറ്റിംഗിൽ 50 ലക്ഷം പേരാണ് രക്ഷിക്കപ്പെട്ടത്. അതാണ് ഉണർവ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. തൊടപ്പെടത്തില്ല എന്ന് പറയുന്ന ഈ ആളുകളും യേശുവിന്റെ ജ്ഞാനം കൊണ്ട് നിറയും. ദൈവാത്മാവിനാൽ നിറയ്ക്കപ്പെടുന്ന ആളുകൾ നടക്കും. സഭ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കും. പുതിയ ഓർഡറുകൾ വരും. ന്യൂ ഓർഡർ, ന്യൂ ഫേസ്. സഭയുടെ മുഖം മാറിപ്പോകും. സഭയുടെ മുഖം മാറിപ്പോകും. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ വശമാണെന്ന് വിശ്വസിക്കുന്നു? എനിക്കറിയത്തില്ല, എനിക്ക് പ്രസംഗിക്കാനല്ല തോന്നുന്നത്, കുറച്ച് ദിവസമായിട്ട് നിങ്ങളോട് പ്രവചിക്കാനാണ് തോന്നുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേൾക്കൂ. കർത്താവിനോട് പറഞ്ഞത് ഒന്നും കൂടെ ആവർത്തിക്കുക നിങ്ങളോട്. നോക്ക്, വരണ്ട അസ്ഥികളോട് പ്രവചിക്കാൻ സംസാരിച്ചപ്പോൾ അവൻ സംസാരിച്ച വാക്കുകൾ പോലെ അസ്ഥികൾക്ക് മാറ്റം വന്നുവെങ്കിൽ ഞാൻ ഈ വരുന്ന ആഴ്ചകളിൽ പ്രവചിക്കുന്നത് വരുന്ന മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ആളുകളിൽ സംഭവിക്കാവുന്ന അസാധാരണമായ കാര്യമാണ്. ഇത് ജനുവരിയാണ്. ഫെബ്രുവരിയിൽ ചില ആളുകൾ പറയും, എനിക്ക് ബൈബിൾ വായിക്കുമ്പോ മനസ്സിലായിരുന്നത് പോലെയല്ല വായിക്കുന്നത്. വിഷ്ഠം കൊണ്ട് നിറയും. ചില ആളുകൾ പറയും, ഞാനൊരാളോട് സംസാരിക്കുമ്പോ ആളുകൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നു. That is going to happen. ഈ മാസങ്ങളിൽ സംഭവിക്കും. ചില ആളുകൾ പറയും, എനിക്ക് വിസിബിളായ ഗ്ലോറി കൊണ്ട് നിറയുന്നു. കാണുന്ന വിധത്തിൽ ദൈവിക മഹത്വം നിറയും. കാണുന്ന വിധത്തിൽ ദൈവിക ഗ്ലോറി ഉണ്ടാകും. അസൂസയിൽ ദൈവിക ഗ്ലോറി ഉണ്ടായിട്ട് ആ കെട്ടിടം അരയടി താഴോട്ട് താണുപോയെന്ന്, ദൈവത്തിന്റെ ഗ്ലോറി വന്നിട്ട് ഇരുന്നു പോയെന്ന്. അങ്ങനെയൊന്നും വിശ്വസിക്കാൻ നമ്മുടെ മലയാളിക്ക് കഴിയത്തില്ല, ലോകത്തിന് കഴിയത്തില്ല. പക്ഷെ വേദപുസ്തകം പറയുന്നത്, അല്ലെങ്കിൽ ചരിത്രം പറയുന്നത് അങ്ങനെ സംഭവിച്ചു എന്ന്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ചിലത് ഇവിടെയും നടക്കട്ടെ, ഇന്ത്യയിലും നടക്കട്ടെ. പരിശുദ്ധാത്മാവ് വരുന്നത് ഉദ്ദേശത്തോടു കൂടെയാണ്. ദൈവ സാന്നിധ്യം നിന്റെ മേൽ ചലിക്കുന്നത് ഉദ്ദേശത്തോടു കൂടെയാണ്. പറ ഹല്ലേലൂയ. Holy Spirit come with an agenda. അടുത്തിരിക്കുന്നവരോട് പറ, പരിശുദ്ധാത്മാവ് വരുന്നത് ഒരു അജണ്ടയിലാണ്. ദൈവം ആത്മാവിനെ ഒരാളുടെ മേൽ വെക്കുന്നത് ഒരു അജണ്ടയിലാണ്. ആ അജണ്ട ആരെങ്കിലും ഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ഒരു റോക്കറ്റ് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത് പോലെ ചലിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 2 ആഴ്ചയോട് പറയുന്നത് 104 സങ്കീർത്തനം 30 വാക്യം, നിന്റെ ശ്വാസം അയക്കുമ്പോ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. You send out your spirit, they are created. You renew the face of the earth. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവോടെ വരുന്നുവോ അവിടെ ചിലത് ഉളവാകാനായി തുടങ്ങും, ചിലത് റിന്യൂ ആകാനായി തുടങ്ങും, ചിലത് ക്രിയേറ്റഡ് ആകാൻ തുടങ്ങും. ഒന്നും കൂടെ ഞാൻ ആ വാചകം ഒന്ന് ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളിൽ ചിലത് പുതുതായി ക്രിയേറ്റഡ് ആകും. നിങ്ങളിൽ ഇതുവരെ ഇല്ലാത്തത് ചിലത് ഉളവാകാനായി തുടങ്ങും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചോ, ആമേൻ പറ. ഹല്ലേലൂയ. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ഈ ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അതിനുമേൽ പരിവർത്തിച്ചു. പാഴായതിന് മേൽ പരിവർത്തിച്ചാൽ മനോഹരമാകും. പാഴായ വീട് മനോഹരമാകും, പാഴായ കുടുംബജീവിതം മനോഹരമാകും, പാഴായ ബിസിനസ് മനോഹരമാകും, പാഴായ ശരീരം മനോഹരമാകും, പാഴായ ആരോഗ്യം മനോഹരമാകും. അവൻ വരുന്നത് ഉളവാക്കാനാണ്. അടുത്തിരിക്കുന്ന ആളോടൊരു സ്റ്റേറ്റ്മെന്റ് പറ, പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും വസിച്ചാൽ അതിന് പഴമ കാണില്ല. ഓഹോ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിന്റെ യൗവനം പുതുകി വരുന്നത്.
കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. 52 ഞാൻ 32 കയറും. യൗവനം പുതുകി വരും. വേണ്ടവർക്ക് എടുക്കാം കേട്ടോ. കഴുകനെ പോലെ പുതുകി വരും. കഴുകനെ പോലെ പുതുകി വരും. അത് ചിറകടിച്ചുയരും. 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 അടുത്തിരിക്കുന്ന 2 പേരോട് പറ, പരിശുദ്ധാത്മാവ് വസിച്ചാൽ പഴമ കാണുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാഴും ശൂന്യമായ അവസ്ഥ കാണുകയില്ല. പാഴാണ്, പക്ഷേ അതിനെയാണ് മനോഹരമായ ഏദനമാക്കി മാറ്റിയത് ദൈവം. പാഴായത് ഏദനാകും. പറ, പാഴായത് ഏദനാകും. പാഴായത് ഏദനാകും. കൂടെ ഉണ്ടെങ്കിൽ പറ, പാഴായത് ഏദനാകും. ഭൂമിയിൽ ഇത്ര മനോഹരമായൊരു തോട്ടമില്ല. ഭൂമിയിൽ ഇത്ര മനോഹരമായ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇത്ര മനോഹരമായത് കണ്ടിട്ടില്ല എന്ന് പറയുന്ന വിധത്തിൽ നിന്റെ വീട് പുതുക്കപ്പെടും. നിന്റെ ജീവിതം പുതുക്കപ്പെടും. നീ പുതുക്കപ്പെടും. നിന്റെ ശുശ്രൂഷ പുതുക്കപ്പെടും. നിന്റെ ആത്മീയ ജീവിതം പുതുക്കപ്പെടും. നിന്റെ ആരോഗ്യം പുതുക്കപ്പെടും. കൂടെ ഉണ്ടെങ്കിൽ കൈകളടിച്ച് യേശുവിനെ ആരാധിക്കേ. ഒരാളോട് കൈ എടുത്തു പറ, ചിലതുളവാകും, ചിലതുണ്ടായി വരും. നോക്ക, പരിശുദ്ധാത്മാവ് വസിച്ചാൽ പഴയ മനുഷ്യൻ പുതിയ മനുഷ്യനായി, ശൗല് പുതിയ സൃഷ്ടിയായി, ഞാൻ പുതിയ സൃഷ്ടിയായി, ആള് മാറിയവനെ പോലെയായി. കഴിഞ്ഞില്ല, മരുഭൂമി ഉദ്യാനമായി മാറി. അടുത്തിരിക്കുന്നവരോട് പറ, മരുഭൂമി ഉദ്യാനമായി മാറി. യെശയ്യാവ് 32:15 ഞാൻ പറഞ്ഞു, മരുഭൂമി ഉദ്യാനമായി മാറി. കൈകളടിച്ചു ഹല്ലേലൂയ പറ. ഞാനൊരു ദൂത് പറയട്ടെ. പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കുമെതിരെ വലിയ എതിരുകൾ എഴുന്നേൽക്കും. ഒരു ഹല്ലേലൂയ പറ. സങ്കടം തോന്നും. കർത്താവ് ചെയ്തതാണല്ലോ. ആളുകൾ ഇങ്ങനെ എഴുന്നേൽക്കുന്ന എന്താ? നീ ശ്രദ്ധിച്ചോണേ ഞാൻ ഈ പറയുന്നത്. ആ തോന്നുന്ന ആളുകളെ എഴുന്നേൽപ്പിച്ച് ദൈവം ചിലതിനെ തെളിയിച്ചെടുക്കും. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവിനും ദൈവശക്തിക്കുമായി ആളുകൾ എഴുന്നേൽക്കും. എന്നാൽ അതിനെ വെല്ലുവിളിക്കുന്ന ദൈവപ്രവൃത്തിയുമായി ദൈവസഭ പുറത്തു വരും. ഇനി അടുത്ത വാചകം ശ്രദ്ധിച്ചോണം. സകല മനുഷ്യരും ദൈവാത്മാവിന്റെ ശക്തിയെ തൊടപ്പെടും. സകല ജഡത്തിന് മേലും എന്റെ ആത്മാവിനെ പകരും. അടുത്തിരിക്കുന്നവരോട് പറ, ഇത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കും. യേശു കർത്താവ് മത്തായി സുവിശേഷം 4:12-13-14 വാക്യങ്ങളിൽ പറയുക, ഹല്ലേലൂയ, അവൻ നസ്രത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയിലുള്ള കഫർനഹൂമിൽ വന്ന് പാർത്തു. യേശുവിന്റെ സാന്നിധ്യം ഒരു പട്ടണത്തിന്റെ കരയിലേക്ക് വന്ന് നിൽക്കുകയാണ്. ദൈവ സാന്നിധ്യം വന്ന് നിൽക്കുക. അടുത്ത വാചകം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇരുട്ടിലുള്ള ജനത്തിനെ വലിയൊരു വെളിച്ചമുദിച്ചു. ദൂത് നിങ്ങളോടാ കേട്ടോ. ദൈവ സാന്നിധ്യം എവിടെ ഇറങ്ങി വരുന്നോ അവിടെ കൺഫ്യൂഷനുകൾ തീരും. ചിലരോട് ദൂത് പറയുക, നിന്റെ വീട്ടിലെ കൺഫ്യൂഷനുകൾ തീരും. എങ്ങനെ പോകണം, എന്ത് തുടങ്ങണം, എന്ത് ചെയ്യണം? നോ മോർ കൺഫ്യൂഷൻസ്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചോ. ഹല്ലേലൂയ. എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, എവിടെ ആരംഭിക്കണം, എങ്ങനെ മുന്നേറണം? ചിന്താ കുഴപ്പങ്ങൾ തീരുന്ന ദിവസമാണിന്ന്. ഇന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും ഈ ദൂത് ഏറ്റെടുക്കുകയും അവരുടെ ചിന്താ കുഴപ്പങ്ങൾക്ക് ദൈവത്തോട് ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇന്ന് പകൽ അതിന് മറുപടി ഉണ്ടാകും. ഏത് കുഴഞ്ഞതിന് മേലും എന്ത് തെരഞ്ഞെടുക്കും, എങ്ങനെ തെരഞ്ഞെടുക്കും എന്ന് ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ആ ചിന്താ കുഴപ്പം മാറിപ്പോകും. കൺഫ്യൂഷനുകൾ തീർന്നു പോകും. അതിന്റെ കാരണം അറിയാവോ? യോഹന്നാൻ 16:14 പറയുക, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്തു തന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരും. യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞതാ. അവൻ എന്ത് ചെയ്യുന്ന? യേശുവിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് പങ്കുവെച്ചു തരുമെന്ന ദൂത് നിങ്ങളോടാ കേട്ടോ. ഇതുവരെ ഇല്ലാത്ത ദൈവിക ജ്ഞാനം ചില ആളുകൾക്കുണ്ടാകും. ഹലോ, അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ കർത്താവിൽ നിന്ന് കേൾക്കും. യേശുവിൽ നിന്ന് നേരിട്ട് കേൾക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്നു. യേശുവിൽ നിന്ന് നേരിട്ട് അറിയുന്ന ജനറേഷൻ എഴുന്നേൽക്കുന്നു.
അത് നിന്റെ മേൽ വരുന്നത് ദൈവശക്തിയാ. റിസീവ്, 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 റിസീവ്. വാചകം ശ്രദ്ധിച്ചോണം. കേട്ടത് ശരിയാണോ? അറിഞ്ഞത് ശരിയാണോ? മനസ്സിലാക്കിയത് ശരിയാണോ? അങ്ങനെ ഒരു ചോദ്യം വരത്തില്ല. അങ്ങനെ തന്നെയെന്ന് എഴുന്നേറ്റ് പറയുവാൻ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു. അങ്ങനെ ഒരു കാലഘട്ടം വരുന്നെന്നാ, അങ്ങനെ ഒരു കൂട്ടം എഴുന്നേക്കുന്നെന്നാ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. എന്ന് പറഞ്ഞാൽ സംശയം കൂടാതെ ദൈവശബ്ദം പറയുന്ന, ദൈവ ആലോചന പറയുന്നവർ എഴുന്നേൽക്കും. ദൈവിക രഹസ്യങ്ങൾ പങ്കുവെക്കുന്നവർ എഴുന്നേൽക്കും. രഹസ്യങ്ങൾ യേശുവിൽ നിന്ന് കേട്ട് വരാൻ പോകുന്നതും വരുന്നതുമായ രഹസ്യങ്ങൾ പങ്കുവെക്കുന്ന ആളുകൾ എഴുന്നേൽക്കും. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? കുറച്ചു നേരം കൂടെ ഞാൻ പ്രവചിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് ഇരുട്ടിലിരുന്നാണ് എഴുതിയിരിക്കുന്നത്. ഡൾ എൻവലപ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞ ഒരു കവറിനകത്തായി പോകുന്നത് പോലെ, മൂടപ്പെട്ടതുപോലെ, ഇരുട്ടിന്റെ പെട്ടിക്കകത്തായതുപോലുള്ള ആളുകൾ അതിൽ നിന്ന് പുറത്തു വരുമെന്ന് ദൂത് നിങ്ങളോടാ. ഇന്ന് പകൽ നിന്റെ വീട്ടിലെ ചിലത് പുറത്തു വരും. ഈ പകൽ നിന്റെ വീട്ടിലെ ചിലത് പുറത്തു വരും. സുവിശേഷത്തോട് എതിർക്കുന്ന ചിലത് പുറത്തു വരും. നിന്റെ വീട്ടിലെ ചിലത് പുറത്തു വരും. ജസ്റ്റിനെ അശ്വതിയുടെ വീടിനെ പ്രാർത്ഥിക്കണം. ആ മനുഷ്യനെ ഇവിടെ നിന്ന് സാക്ഷ്യം പറയണം. അടച്ചു വെച്ചത്, പിശാച് പെട്ടിക്കകത്ത് പൂട്ടി വെച്ചത് സ്വർഗം പുറത്തു കൊണ്ടുവരും. സ്വർഗം പുറത്തു വരും. ചില വീടുകളെ ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. അടുത്തിരിക്കുന്നവരുടെ പാക്ക് ചെയ്ത് പൂട്ടി വെച്ചതിനെ ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. ചങ്ങലകൾ അഴിച്ചു തരുന്നതിന് പുറത്തു കൊണ്ടുവരും. ഇരുട്ടറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ജയിലിൽ നിന്ന് പുറത്തു വരും. ആരോടോ ദൂത് പറയോ? ജയിലിൽ നിന്ന് പുറത്തു വരും. ഇരുട്ടറയിൽ നിന്ന് പുറത്തു വരും. കുഴികൾക്കകത്ത് പുറത്തു വരും. അടുത്ത വാചകം പറയുന്നത് മരണനിഴലിന്റെ താഴ്വരയിൽ കിടക്കുന്ന ചിലതിനെ പുറത്തു വരും. മരണം പറയുന്ന ചിലത് ആരുടെയെങ്കിലും ശരീരത്തിലോ വീട്ടിലോ ഉണ്ടെങ്കിൽ അത് ഈ പകൽ സൗഖ്യമാകും. മരണം, ഡയബറ്റിക്, ഹാർട്ട് പ്രോബ്ലംസ്, ലങ്സ് പ്രോബ്ലംസ്, നെർവ് പ്രോബ്ലംസ്, നിങ്ങളുടെ പ്രശ്നം ഏതാണോ മരണത്തിലേക്ക് നിങ്ങളെ വഴി നടത്താൻ നോക്കുന്നത്, ഇന്ന് പകൽ അത് പൊട്ടിപ്പോകും. മരണത്തിന്റെ നിഴൽ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. മരണത്തിന്റെ നിഴൽ ഓടിപ്പോകും. മരണം നീങ്ങി, ജീവൻ വന്നിരിക്കുന്നു. മരണം നീങ്ങി. നിന്റെ ബിസിനസ് മരിച്ചു, ജീവിക്കാൻ പോകുന്നു. നിന്റെ ജോലി നശിച്ചു, ജീവിക്കാൻ പോകുന്നു. നിന്റെ ഫാമിലി മരിച്ചു, ജീവിക്കാൻ പോകുന്നു. എവിടെയാണ് നിന്റെ വീട്ടിൽ മരണം വന്നിരിക്കുന്നത്, അവിടെ ജീവൻ ഉണ്ടാകാൻ പോകുന്നു. സമൃദ്ധി ഉണ്ടാകാൻ പോകുന്നു. ജീവൻ ഉണ്ടാകാൻ പോകുന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു വാചകം പറയട്ടെ. മത്തായി 14:32 വാചകം. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. സംഭവം അറിയാവോ? യേശു കർത്താവ് കടലിൽ നടന്ന്, യേശു കർത്താവിന്റെ കൂടെ പത്രോസ് നടന്ന് അവർ വഞ്ചിയിലേക്ക് കയറുക. വേദപുസ്തകം പറയുന്നത് അവർ വഞ്ചിയിലേക്ക് കയറിയപ്പോൾ, സാന്നിധ്യം വഞ്ചിക്കകത്ത് കയറിയപ്പോ കാറ്റമർന്നു, അല്ലെങ്കിൽ ശാന്തതയുണ്ടായി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ചിലരോട് ദൂത് പറയുക, നിന്റെ വീട്ടിലെ കാറ്റ് ഇന്ന് അവസാനിക്കും. നിന്റെ വീട്ടിലെ കാറ്റ് ഇന്ന് തീരും. നിന്റെ വീട്ടിലെ കാറ്റും കോളും ഇന്ന് അവസാനിക്കും. ചിലരെ നോക്കി പ്രവചിച്ച് പറയുക, നിന്റെ വീട്ടിലെ കാറ്റും കോളും ഇന്ന് തീരും. ഒരു ബ്രേക്കിട്ട് വണ്ടി നിൽക്കുന്നത് പോലെ നിന്നു പോകും. നിന്റെ വീട്ടിൽ ഇതുവരെ ഇല്ലാത്ത സമാധാനം ഉണ്ടാകും. യേശുവാണ് ശുശ്രൂഷകരായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പറയുന്നത്. അതേ കർത്താവാണ് പറയുന്നത്, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചിലത് നിങ്ങൾ ചെയ്തെടുക്കും.
പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും ചെന്നാൽ അതിന് പർപ്പസ് ഉണ്ട്. യേശുവിനെ അതുവരെ ആർക്കും അറിയത്തില്ല. 30 വയസ്സ് വരെ യേശു ജീവിച്ചിരുന്നു. അവൻ ചെയ്തതൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷേ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നതോടുകൂടെ അവൻ്റെ ശ്രുതി ലോകം മുഴുവനും ചലിച്ചു. ദൂത് നിങ്ങളോടാണ്, സാന്നിധ്യം വന്നാൽ നിന്റെ പേര് ലോകമറിയും. ചില ലോകമറിയുന്നവർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. എനിക്കൊരു ഏഞ്ചലിനെ കാണാം. ആ ഏഞ്ചലിന്റെ പ്രത്യേകത പറയാം. ആ ഏഞ്ചലിന്റെ സാമീപ്യം ഉണ്ടായാൽ ആളുകളുടെ പേര് പ്രശസ്തിയിലേക്ക് വരും. ചിലരെ അത് തൊടും. ഇന്ന് പകൽ ചിലരെ ഈ പകൽ അത് തൊടും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നപ്പോ യേശുവിനെ അത് മരുഭൂമിയിലേക്കാണ് നടത്തിയത്. എന്ന് പറഞ്ഞാൽ എവിടെയാണോ മനുഷ്യനാശി തോറ്റുപോയത് അവിടേക്ക് ദൈവം തൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവ് നടത്തി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോറ്റുപോയ ചിലതിൻ്റെ മുകളിൽ എൻ്റെ ദൈവം അസാധാരണ ജയം തരുന്ന, സൂപ്പർ നാച്ചുറലായ വിടുതൽ തരുന്ന. ഇവിടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ഹല്ലേലൂയ പറ. എന്നെ കാണിച്ചൊരു വെളിപ്പാട് പറയാം. പലരുടെയും ആത്മീയ അനുഭവങ്ങളുടെ മേൽ ഒരു ചാരം വന്ന് മൂടിയതുപോലെ മങ്ങിപ്പോയി. എന്നാൽ പരിശുദ്ധാത്മാവിനോട് പറയുക, ചാരം നീങ്ങിയിട്ട് തിളക്കമുള്ളവരാകുന്നത് പോലെ ദൈവം ചിലരെ തിളക്കമുള്ളതാക്കുകയാണ്. ആമേൻ. ചിലരുടെ ചാമ്പൽ നീങ്ങുകയാണ്. മങ്ങിപ്പോയത് നീങ്ങുകയാണ്. മൂടിപ്പോയത് നീങ്ങുകയാണ്. ദൈവം അവരെ തിളക്കമുള്ളവരാക്കുന്നു. ചിലരെ തിളങ്ങുമാറാക്കുന്നു. കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ശബ്ദം ഹല്ലേലൂയ പറ. വണ്ടർഫുൾ ജീസസ്. ചിലത് വരുന്നു, ചിലത് വരുന്നു, ചിലത് വരുന്നു. കുറച്ചു നേരം കൂടെ പ്രവചിക്കട്ടെ. കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-25 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. ഹല്ലേലൂയ. എന്തു സംഭവിക്കുന്നറിയോ? ആദ്യത്തെ കാര്യം പറയുന്നത് നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറിപ്പോകും. അതിലെല്ലാം പറയാൻ എനിക്ക് വയ്യ. ചിലരുടെ നിന്ന് നീങ്ങുന്ന വശമാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എഴുതിയിരിക്കുക, നിന്നയെ ഞാൻ മാറ്റിക്കളയും. എങ്ങനെ നിന്ന നീറുന്ന പറയുന്നേ? എന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുക, ഞാൻ അവർക്ക് ഫലവൃദ്ധിയായ അനുഭവങ്ങളെ കൊടുക്കും. ഞാൻ നിങ്ങളോട് പറയാം, നിന്ദകൾ വരുന്ന വിധങ്ങൾ പലവിധമാണ്. നിങ്ങളുടെ വീട്ടിലെ നിന്ന നിങ്ങൾ പറയുന്നത് ആളുകൾ പറഞ്ഞുണ്ടാക്കി നിന്ന അത് അവിടെ നിൽക്കട്ടെ, അത് പോട്ടെ, നിൽക്കട്ടെ എന്ന് പറയുന്നില്ല, മാറിപ്പോട്ടെ. പക്ഷേ നിന്നകൾക്ക് 100 വിധങ്ങളുണ്ട്. ഇത്രയും നാള് അധ്വാനിച്ചിട്ടും ഒന്നുമില്ലാത്തതും നിന്നയാണ്. ആ നിന്നയുടെ വിവിധമായ പല ക്യാരക്ടറുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോകും. നിങ്ങളുടെ വീട്ടിലെ നിന്ന നീങ്ങിയിട്ട്, നിങ്ങളുടെ വീട്ടിലെ നിന്ന നീങ്ങിയിട്ട്, നിങ്ങളുടെ വീട്ടിലെ ഷെയിം നീങ്ങിയിട്ട് നിങ്ങൾക്ക് മഹത്വമുള്ള ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോകുന്നു. നിന്ന് നീങ്ങുന്ന ഒരു വലിയ പ്രവൃത്തി പറയാം. അവിടെ എഴുതിയിരിക്കുന്നത് ഫലസമൃദ്ധി ഉണ്ടാകും. എല്ലായിടത്തും പറഞ്ഞേ ഫലമുണ്ടാകും. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്ത് പറഞ്ഞേ ഫലമുണ്ടാകും. വേറൊരു ഭാഷയിൽ പറയാം, വേറൊരാളോട് പറ റിസൾട്ട് ഉണ്ടാകും. റിസൾട്ട് ഇല്ലായ്മ ചിലരുടെ വീട്ടിലെ നിന്നയാണ്. എന്നാൽ ശുശ്രൂഷയിൽ റിസൾട്ട് ഉണ്ടാകും. അധ്വാനിച്ചിട്ട് ഫലമില്ല എന്ന് പറയുന്നവർക്ക് റിസൾട്ട് ഉണ്ടാകും. പഠിച്ചിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നവർക്ക് റിസൾട്ട് ഉണ്ടാകും. ജോലിയിൽ റിസൾട്ട് ഇല്ല എന്ന് പറയുന്നവർക്ക് റിസൾട്ട് ഉണ്ടാകും. ആളുകൾ നിന്ദിക്കപ്പെടുന്ന, അയ്യോ PhD ഉണ്ട് കയ്യില്, പക്ഷേ റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാകുന്നില്ല. ഈ മാസം സംഭവിക്കുമോ? അതാ ഈ ആഴ്ചയിൽ സംഭവിക്കുമോ? അതാ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ നിങ്ങൾക്ക് സ്ഥലമുള്ള സ്ഥലത്തേക്ക് നീങ്ങിയിട്ട് പറ, ഞാൻ റിസൾട്ടിലേക്ക് കയറുകയാണ്. ഞാൻ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും ഞാൻ സമയം നോക്കിയല്ല കർത്താവിന് സുവിശേഷം പ്രസംഗിച്ചതാ. ശരീരം നോക്കിയും പ്രസംഗിച്ചില്ല. എനിക്ക് ചിലയിടത്ത് ഇനിയും റിസൾട്ടുകൾ ആഗ്രഹമുണ്ട്. ഞാൻ ഈ പകൽ റിസൾട്ടുകളിലേക്ക് കയറുകയാണ്.
ഫ്രൂട്ട്ഫുൾനെസ്സിനകത്തേക്ക് വരികയാണ്. 2 കായോ 4 കായോ ഉണ്ടായാൽ അത് ഫലസമൃദ്ധിയല്ല, അളവില്ലാതെ വണ്ണം ഫലം ഉണ്ടാക്കുകയാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്നവരോട് പറ, ആളുകൾ ഞെട്ടുന്ന വിധത്തിൽ ഫലമുണ്ടാകും. ആളുകൾ ഞെട്ടുന്ന വിധത്തിൽ റിസൾട്ട് ഉണ്ടാകും. ആളുകൾ ഞെട്ടുന്ന വിധത്തിൽ ഫലമുണ്ടാകും. ആളുകൾ വെട്ടുന്ന വിധത്തിൽ ഫലമുണ്ടായി നിന്റെ നിന്ന് നീങ്ങിപ്പോകും. ഫലമുണ്ടായി നിന്റെ നിന്ന് നീങ്ങിപ്പോകും. റിസൾട്ട് ഉണ്ടായി നിന്റെ നിന്ന് നീങ്ങിപ്പോകും. ഓ, പഠിച്ചിട്ട് റിസൾട്ട് ഇല്ല, അധ്വാനിച്ചിട്ട് റിസൾട്ട് ഇല്ല, അതിൽ റിസൾട്ട് ഉണ്ടായിട്ട് നിന്ന് നീങ്ങിപ്പോകും. ചികിത്സിച്ചിട്ട് റിസൾട്ട് ഇല്ല, റിസൾട്ട് ഉണ്ടാകുന്നു. റിസൾട്ട് ഉണ്ടാകുന്നു. റിസൾട്ട് ഉണ്ടാകുന്നു. ഓ, ആ റിസൾട്ടിന് എന്തിനെ? ഒരു റിസൾട്ടും കൂടെ എന്റെ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ. എസെക്കിയേൽ 36:23. ജാതികളുടെ ഇടയിൽ അശുദ്ധമായി പോയ, അവരുടെ ഇടയിൽ അശുദ്ധമായി പോയ എൻ്റെ മഹത്തായ നാമം ഞാൻ വിശുദ്ധീകരിക്കും. നിങ്ങൾ നിമിത്തം യേശുവിൻ്റെ നാമം ഉയരുവാനിടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പേരിൽ യേശുവിൻ്റെ നാമം അറിയപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. നിങ്ങളോടൊപ്പം ചേർത്ത് വെച്ച് യേശുവിന്റെ പേര് പറയാൻ തുടങ്ങും. യേശുവിനെ ആരാധിക്കാൻ പോയ സൂസിയില്ലേ, യേശുവിനെ ആരാധിക്കാൻ പറഞ്ഞ സതിയില്ലേ, യേശുവിനെ ആരാധിക്കാൻ പോയ പ്രിയയില്ലേ എന്ന് പറയുന്നൊരു സീസൺ വരുന്നു. എന്റെ യേശുവിന് ഇഷ്ടമുള്ളൊരു കാര്യം പറയട്ടെ. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമെന്ന് പറയാൻ ദൈവത്തിന് ഇഷ്ടമാണ്. അബ്രഹാമേ, നിനക്ക് എല്ലാ ക്വാളിറ്റി ഉണ്ടോ? ഇസഹാക്കേ, നിനക്ക് എല്ലാ ക്വാളിറ്റി ഉണ്ടോ? ഇല്ലില്ല. ഇസഹാക്കും പറഞ്ഞു, എൻ്റെ ഭാര്യയല്ല, എൻ്റെ പെങ്ങളാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. നിന്റെ പേര് ചേർത്ത് വെച്ച്, കർത്താവിന്റെ പേരിനോട് ചേർത്ത് വെച്ച് ആളുകൾ പറയാൻ തുടങ്ങുക. യേശുവിനെ സേവിച്ച ജോൺദാരുണ്ടല്ലോ, യേശുവിനെ ആരാധിക്കാൻ പോയി ഇന്നയാളുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു കാലം വരുന്നു. ഹല്ലേലൂയ. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാചകം കൂടെ പറയട്ടെ. ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. അടുത്തിരിക്കുന്നവരോട് പറ, ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. ഈ ധാന്യം വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ചെടിയുടെ മേൽ ധാന്യം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിനെ വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്വാഭാവികമായ റിസൾട്ടിനേക്കാളും സ്വർഗീയമായ റിസൾട്ടിനെ ദൈവം കൊണ്ടുവരുമെന്ന എന്ന് പറഞ്ഞ, ഒരു ചെടിക്ക് കായ്ക്കാൻ ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ റിസൾട്ട്. ഇത്രയാണ് അതിനകത്ത് നെൽമണി ഉണ്ടാകുക, ഇത്രയാണ് തേങ്ങ ഉണ്ടാകുക, ഇത്രയാണ് ഫലം ഉണ്ടാകുക. പക്ഷെ കർത്താവ് പറയാം, ഞാൻ ചിലതിനെ വിളിച്ചു വരുത്തുവന്ന, റിസൾട്ടിനെ വിളിച്ചു വരുത്തുവന്ന. ഞാൻ ചിലരോട് ദൂത് പറയുക, നിന്റെ വീട്ടിൽ ചിലതിനെ ദൈവം വിളിച്ചു വരുത്തും. നിന്റെ ശുശ്രൂഷയിൽ ചിലതിനെ വിളിച്ചു വരുത്തും. നീ ചിലതിനെ വിളിച്ചു വരുത്തും. ചിലതിനെ വിളിച്ചു വരുത്തുന്ന ഇതിനകത്ത് ഈ ഹോളിനകത്തെ തീപന്തങ്ങൾ പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യക്തികളുടെ തലകളിൽ വ്യാപരിക്കുന്ന കാണാം. ചിലർ പന്തങ്ങൾ പോലെ ജ്വലിക്കുകയാണ്. Receive right now. Receive right now. Receive right now. Receive right now. എന്ന് പറഞ്ഞാൽ നിന്റെ റിസൾട്ടിനകത്തേക്ക് ദൈവം കയറി വരാൻ പോകുകയാണ്. ആര് വിളിച്ചു വരുത്തുമെന്നാ പറഞ്ഞേ? ഞാനല്ല. സ്വർഗം പറയാം, ഞാൻ തന്നെ നിനക്ക് റിസൾട്ട് ഉണ്ടാക്കി തരുമെന്ന്. ഞാൻ തന്നെ നിനക്ക് വേണ്ടി വർധനവിനെ ചെയ്യുമെന്ന്. I will produce a result for you. Rangamana hasalaba rasalabara hasalabo. Hallelujah. ഒരു വാചകം കൂടെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞിട്ട് അടുത്ത ദൂതിലേക്ക് പോകാം. ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന സ്വർഗം നിനക്ക് വേണ്ടി ഇന്ന് ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുകയാണ്. ആരോഗ്യം വിളിച്ചു വരുത്തുന്നു, നല്ല സ്കിൻ വിളിച്ചു വരുത്തുന്നു, നല്ല ഹാർട്ട് വിളിച്ചു വരുത്തുന്നു, നല്ല ആരോഗ്യം വിളിച്ചു വരുത്തുന്നു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഇല്ലാത്തത് വരുന്നു, ഇല്ലാത്തത് ഉളവാകുന്നു, ഇല്ലാത്തത് ഉളവാകുന്നു. നിങ്ങളോ ദൈവത്തിന്റെ പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടും, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെന്ന് നിങ്ങൾക്ക് പേരാകും. ജാതികളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ.
അവരുടെ മഹത്വത്തിന്റെ അവകാശികളാകും. അവരുടെ മഹത്വത്തിന്റെ അവകാശികളാകും. ജാതികളുടെ മഹത്വം നിങ്ങൾ അനുഭവിക്കും. ജാതികളുടെ മഹത്വം നിങ്ങൾ അനുഭവിക്കും. യാക്കോബിന്റെ അടുക്കൽ ജോസഫ് പറഞ്ഞയക്കുക. നിങ്ങൾ ചെന്നിട്ട് ജോസഫ് എന്ന് പറഞ്ഞയക്കുക. നീ ചെന്നിട്ട് എന്ത് പറയണം? എൻ്റെ അപ്പനോട് മിസ്രയീമിലുള്ള എൻ്റെ മഹത്വം ചെന്ന് പറയണമെന്ന്. മിസ്രയീമിന്റെ മഹത്വം ചെന്ന് പറയാൻ ആണ് തൻ്റെ സഹോദരന്മാരെ യോസഫ് പറഞ്ഞയച്ചത്. ഒരു ഹല്ലേലൂയ പറയാവോ? മിസ്രയീമിന്റെ മഹത്വം കാണാൻ യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേൽ ഈജിപ്തിലേക്ക് വന്നത്. ഞാൻ നിങ്ങളോട് ദൂത് പറയാം. ജാതികളുടെ സമ്പത്ത് പുതിയ നിയമത്തിലെ വ്യവസ്ഥയാണ്. മിസ്രയീമിന്റെ സമ്പത്ത് പുതിയ നിയമത്തിലെ വ്യവസ്ഥയാണ്. സമ്പത്തല്ല, മഹത്വമുള്ളത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ടാ പറഞ്ഞ് നാണത്തിന് പകരം ഇരട്ടിയായി. പറ പറ പറ. നാണത്തിന് പകരം ഇരട്ടിയായി പ്രതിഫലം ഉണ്ടാകും. ഓ, 5-6 പേരുടെ കൈ കൊടുത്തിട്ട് പറ, നാണത്തിന് പകരം ഇരട്ടിയായി പ്രതിഫലം ഉണ്ടാകും. ലജ്ജയ്ക്ക് പകരം തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. അടുത്ത വാചകങ്ങൾ പറയുന്നത് നിങ്ങൾ പിന്നീട് വായിച്ചോണം. ശൂന്യമായ പല ഇടവും ഞാൻ പണിയുവാനിടയാകും. ഇന്ന് നിന്റെ വീട്ടിലെ ശൂന്യതകൾ എവിടെയാണോ ശൂന്യമായി കിടക്കുന്നത്, ആ സ്ഥലത്ത് ദൈവം പണിയും. ശൂന്യമായി കിടന്നത്, അടുത്ത വാചകന്റെ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നത്, ശൂന്യമായി പോയി, ഇടിഞ്ഞുപോയി, ആ ഇടിഞ്ഞതിനെ ദൈവം പണിയും. ശുശ്രൂഷകരെ, ഇതിനകത്തിരിക്കുന്ന ചില ശുശ്രൂഷകരോട് നേരിട്ട് പറയുക, ഇടിഞ്ഞുപോയി, എന്നാൽ ദൈവം പണിയുകയാണ്. ശൂന്യമായി പോയി, ഒന്നുമില്ലെന്നാ തോന്നുന്നത്, ഇപ്പോൾ പണിയുകയാണ്. നീതാ ശൂന്യമായതിൽ നിന്ന്, ഇടിഞ്ഞു പോയതിൽ നിന്ന് അനുഗ്രഹത്തിനകത്തേക്ക് കയറുകയാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. എനിക്ക് 2-3 ദൂതും കൂടെ പറയാനുണ്ട്. എത്ര പേർക്ക് എൻ്റെ കൂടെ വരാനുണ്ട്? ഓടി പറയുക, കൂടെ എത്തിക്കണം. എൻ്റെ കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശൂന്യമായത് മാറ്റപ്പെടും. നിന്റെ വീട്ടിലെ ശൂന്യത മാറും. നിന്റെ ആത്മീയ ശൂന്യത മാറും. നിന്റെ ആത്മീയ ഇടിവുലുകൾ മാറിയും. നിന്റെ ആത്മീയ ഇടിച്ചുകൾ മാറും. പകരം നീ പണിയപ്പെടും. നിന്റെ ശൂന്യത നീക്കപ്പെടും. നീ പണിയപ്പെടും. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. എവിടെയൊക്കെയാണോ ശൂന്യത ഉണ്ടായത് അവിടെയൊക്കെ പണിയപ്പെടും. അവിടെയൊക്കെ പണിയപ്പെടും. കൂടെ ഉണ്ടെങ്കിൽ ആമേൻ പറ. നീ പകൽ പണിയപ്പെടുന്ന പകലാണ്. യെരമ്യാവിന്റെ ദിവസം 32-39 അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാ. ഞാൻ അവർക്ക് ശേഷം മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഏക മാർഗം കൊടുക്കും. നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പോലും ഉണ്ടാകുന്ന ഒരു നന്മയുടെ സീസൺ തുടങ്ങുന്നു. ഒരു നന്മയുടെ സീസൺ തുടങ്ങുന്നു. നിങ്ങളുടെ കൊച്ചുമക്കൾ പോലും നിങ്ങളുടെ നന്മ കാണാൻ പോകുന്നു. മകന്റെ മകന്റെ മകൻ എന്ന് പറഞ്ഞാൽ ജോഹിക്ക് ഒരു കൊച്ചുണ്ടായി, ജോഹയുടെ കൊച്ചിന്റെ കൊച്ചിനെയും കൂടെ കാണുമെന്ന്. അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. അടുത്ത വാചകം ശ്രദ്ധിച്ചോണം, റിസീവ് ചെയ്യണം കേട്ടോ. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നോട് കർത്താവ് വാക്യത്തിൽ നിന്ന് പറഞ്ഞു, ഒരു നന്മ ഇപ്പോൾ ഉണ്ട്, എന്നാൽ പെട്ടെന്ന് അടുത്തത് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞ ചങ്ങല പോലെ നന്മകൾ നിങ്ങളെ പിന്തുടരും. നന്മകൾ ചെയിൻ പോലെ വരും. ഒരു ബോഗിയോട് ഒരു അടുത്ത ബോഗി ചേരുന്ന പോലെ, അടുത്ത ബോഗി ചേരുന്ന പോലെ, അടുത്ത ബോഗി ചേരുന്ന പോലെ നന്മകൾ ചങ്ങല പോലെ നിന്നെ പിന്തുടരും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമേൻ പറ. നന്മയും കരുണയും ആയുഷ്കാലം നിന്നെ പിന്തുടരുമെന്ന് പറഞ്ഞതുപോലെ ഇതാ നന്മകൾ നിന്നെ പിന്തുടരുന്നു. നന്മകൾ നിന്നെ പിന്തുടരുന്നു. നീ പറയത്തില്ല എല്ലാം ശൂന്യമായി പോയെന്ന്. ഒരു നന്മയെങ്കിലും ദൈവമേ തരണേന്ന്, ഒരു കാര്യങ്ങളും ദൈവമേ തുറന്നു തരണേന്ന്. അങ്ങനെയല്ല പറയേണ്ടത്. ഒരു നന്മയല്ല, ചെയിൻ പോലെ നന്മ വരികയാണ്. ഒരു കാര്യം നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തത് വരും. ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തത് വരും. അങ്ങനൊരു സീസൺ വരുന്നു. വരികയല്ല, നീ അതിനകത്താണ്. ഇപ്പോൾ മുതൽ നീ അതിനകത്താണ്. ഇപ്പോൾ മുതൽ നീ അതിനകത്താണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമീൻ പറഞ്ഞോട് പറ. നീ അതിനകത്താണ്. നീ അതിനകത്താണ്. അടുത്ത വാചകം ശ്രദ്ധിക്കൂ. ഞാൻ അവരിൽ സന്തോഷിച്ച് പൂർണ്ണ ഗുണം ചെയ്യും. ഞാൻ അവരെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഈ ദേശത്ത് നടും. ചിലതിനെ ദൈവം നടുവാൻ പോകുകയാണ്. ഇനി ആ ദൂതന്റെ അടുത്ത ഭാഗം കേൾക്കൂ.
ആരും പറിച്ചു കളയാൻ കഴിയാത്ത വിധത്തിൽ ദൈവം ചിലതിനെ ഉറപ്പിക്കാൻ പോകുന്നു. ഈ വർഷം തിരുവനന്തപുരത്ത് ആരും പറിച്ചു കളയാത്ത വണ്ണം ചിലതിനെ ഉറപ്പിക്കാൻ പോകുന്നു. ജീസസ് വേളിനെ ഉറപ്പിക്കാൻ പോകുന്നു. കൊല്ലത്ത് ഉറപ്പിക്കാൻ പോകുന്നു. അഞ്ചൽ ഉറപ്പിച്ചതുപോലെ എറണാകുളത്ത് ഉറപ്പിക്കാൻ പോകുന്നു. ഭരിക്കാൻ കഴിയാത്ത വിധത്തിൽ വേറുറപ്പിക്കുന്നു. ഭരിക്കാൻ കഴിയാത്ത വിധത്തിൽ വേറുറപ്പിക്കുന്നു. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമീൻ പറ. ഞാൻ അവനെ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ കൊണ്ട് നട്ടുകളയും. ഞാൻ പിരിച്ചു പഴിയാൻ കഴിയാത്തവണ്ണം ഞാൻ അവരെ നടും. നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗം നടുകയാണ്. ഒരു പുതിയ സീസണിലേക്ക് ഞാറ് നടുന്നതുപോലെ നിന്നെ നട്ടുപിടിപ്പിക്കുകയാണ്. ആർക്കും പറിച്ചു കളയാൻ കഴിയാത്ത വിധത്തിൽ ഒരു നടലുണ്ടാകുന്നു. ഒരു നടലുണ്ടാകുന്നു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? അവസാനത്തെ വാക്യം. ഇതെല്ലാവരും എഴുന്നേറ്റ് വന്നോണം കേട്ടോ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുവോ? പക്ഷേ ഞാൻ പറഞ്ഞത് ഇത് വലിയ കാര്യമാണ്. ഞാൻ അടുത്ത കാലത്തും എവിടെയും പ്രസംഗിച്ചോ പ്രവചിച്ചോ ഇല്ലാത്തൊരു കാര്യം. യെശയ്യാവ് യെരമ്യാവ് 32 അതിന് 43 വാക്യം. മനുഷ്യനും മൃഗങ്ങളും ശൂന്യമായി കിടക്കുന്നു, കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങളെ വിലയ്ക്ക് വാങ്ങും. ബൈബിളിൽ ഈ വാക്യം മാത്രമേ ഇങ്ങനെ എഴുതിയിട്ടുള്ളൂ. ഞാൻ ഇംഗ്ലീഷ് വേർഷൻ വായിക്കാൻ കുറച്ചും കൂടെ സുഖമായി കേൾക്കാൻ. പീപ്പിൾ വിൽ ബൈ ഫീൽഡ് ഫോർ മണി. നെക്സ്റ്റ് വേർഡ് സൈൻ ഡീഡ്സ്. നെക്സ്റ്റ് വേർഡ് സീൽ ദം. നിങ്ങൾ ചില ഡീഡുകളെ സൈൻ ചെയ്യാനായി പോകുന്നു. ജീസസ് വേൾഡ് ട്രിവാൻഡ്രം ചില ഡീഡുകളെ സൈൻ ചെയ്യുന്നു. ചില ഡീഡുകളെ സൈൻ ചെയ്യുന്നു. ചില വസ്തുവകകളെ സൈൻ ചെയ്യുന്നു. ചില ഇടപാടുകളെ സൈൻ ചെയ്യുന്നു. കൽദയരുടെ പട്ടണം പിടിക്കണം. കൽദയരുടെ പട്ടണം പിടിക്കണം. അടുത്തിരിക്കുന്നവരോട് പറ, കൽദയരുടെ പട്ടണം പിടിക്കണം. ഓഹോ 5-6 പേരോട് അടുത്ത് ചെന്നിട്ട് പറ, പട്ടണം പിടിക്കുന്ന സമയം. പട്ടണം പിടിക്കുന്ന സമയം. പട്ടണം പിടിക്കുന്ന സമയം. പട്ടണം പിടിക്കുന്ന സമയം. എസെക്കിയേലിന്റെ പുസ്തകം 36:38. ശൂന്യമായി പടർന്നിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ, ഉത്സവത്തിലെ യെരൂശലേമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ മനുഷ്യനാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. യഹോവയെന്ന് നീ അറിയും. ശൂന്യമായത് നിറയും മാത്രമല്ല, മനുഷ്യനാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. വസ്തുവകകൾ സീൽ ചെയ്യും. നന്മകൾ സീൽ ചെയ്യും. ചിലരോട് ദൂത് പറയട്ടെ. ഞാൻ എല്ലാവിടുത്തെ ആളുകളെ മുന്നോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ നടക്കാത്തതുകൊണ്ടാ വിളിക്കാത്തതാ. ഇതിനകത്ത് നിൽക്കാൻ സ്ഥലമില്ല. നിങ്ങളുടെ ലോണ് ഇന്ന് ക്ലോസ് ആകും. പ്രമാണങ്ങൾ തിരികെ കിട്ടും. പ്രമാണങ്ങൾ തിരികെ കിട്ടും. വേണ്ടവരെടുത്തോണം. പ്രമാണങ്ങൾ തിരികെ കിട്ടും. പണയമായി പോയത് തിരികെ വരും. പ്രമാണങ്ങൾ തിരികെ വരും. ചില വസ്തുവകകൾ സീൽ ചെയ്യും. നീ കണ്ടുവെച്ചത് സ്വന്തമാക്കും. നന്മകളെ അവകാശമാക്കും. ചിലതിനകത്തേക്ക് ഞാൻ കയറുകയാണ്. ചില നന്മകളിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്തിരിക്കുന്ന 2 പേരോട് പറ, കൽദയരുടെ പട്ടണം പിടിക്കണം. വസ്തുവകളെ പിടിക്കണം. അതിനെ മുദ്രയിട്ട് സീൽ ചെയ്യണം. Come on, കൈകളിട്ട് ചുരി ആമേൻ പറ. 1000 നന്മകൾ പാടി പാടി സ്തുതിച്ചിടാമേ. 1000 നന്മകൾ പാടി പാടി സ്തുതിച്ചിടാമേ. യേശു ചെയ്ത നന്മകളുണ്ടാ, പാടി പാടി സ്തുതിച്ചിടാമേ. യേശു ചെയ്ത നന്മകളുണ്ടാ. ഒരിക്കൽ കൂടെ പാടി പാടി സ്തുതിച്ചിടാം. ആർക്കെങ്കിലും ഡാൻസ് കളിക്കണേ? വാ. 1000 നന്മകൾ പാടി പാടി സ്തുതിച്ചിടാമേ. ഒന്ന് തുള്ളി ചാടിക്കേ. യേശു ചെയ്ത നന്മകളെല്ലാം പാടി പാടി സ്തുതിച്ചിടാമേ. യേശു ചെയ്ത നന്മകളെല്ലാം. ആരെങ്കിലും സന്തോഷിക്കുന്നോ? കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ സന്തോഷിക്കേ. ഞാൻ സീൽ ചെയ്യാൻ പോവാ. വസ്തുവക വാങ്ങി എഴുതാൻ പോവാ.
വീടോ വസ്തുവകകളോ എഴുതിയിട്ടുണ്ടോ? ജീവിതത്തിൽ എഴുതിയിട്ടുള്ളൊരു കരങ്ങൾ ഉയർത്തിക്കേ. നിങ്ങളോട് പറയാം, വസ്തുവക വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്, വയറ് നിറയത്തില്ല, അതങ്ങ് ഒഴുകുന്ന പോലെ തോന്നും. അങ്ങനെ ഒന്ന് ചിന്തിച്ചേ, അങ്ങനെ ആനന്ദം ഒന്ന് അനുഭവിച്ചേ. എന്നിട്ട് ആ വീട് കൈ കിട്ടിയെന്നൊന്ന് കണ്ടേ. എന്നിട്ട് ആ കൈ കിട്ടിയ വീട്, ആധാരം എഴുതിയ വീട്, ആധാരം എഴുതിയ തോട്ടം, ആധാരം എഴുതിയ പ്രധാന വസ്തുക്കൾ അത് കയ്യിലുണ്ടോ? 100 ഏക്കർ സ്ഥലം, പട്ടണത്തിൽ 1.5 ഏക്കർ സ്ഥലം, ആയിരം 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 നന്മകൾ, ആയിരം 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 നന്മകൾ, പാടി പാടി സ്തുതിച്ചിടാമേ. യേശു ചെയ്ത നന്മകളല്ല, പാടി പാടി സ്തുതിച്ചിടാമേ. യേശു ചെയ്ത നന്മകളല്ല,